ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനൽ രശ്മി സംഗീതയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാണ്. അപ്പം ബാംഗ്ലൂരിലെ മോൾസ് ഒന്നുമല്ല, ഞങ്ങളൊരു മേളയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം മേളയിലെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു ഗണപതിയുടെ വിഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ എൻട്രൻസിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് അകത്തോട്ട് കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോൾ ഈ ഷോ പീസുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോളായിരുന്നു. അതിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇത്തിരി കൂടുതലായിരുന്നു. നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ അടുത്തൊക്കെ നോക്കുമ്പോൾ നല്ല രസമുള്ള പീസുകളായിരുന്നു. അതിൻ്റെ സ്റ്റാൻഡിൽ വെക്കുന്ന സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഹാങ്ങിങ് പീസായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ തൊട്ടടുത്ത് കുറേ ലൈറ്റിങ്, നല്ല ഭംഗിയുള്ള ലൈറ്റുകളായിരുന്നു. നമുക്ക് ബാൽക്കണിയിലൊക്കെ തൂക്കിയിട്ട് രാത്രിയൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കാം. അങ്ങനത്തെ കുറേ ഹാങ്ങിങ് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി ടോപ്പുകളായിരുന്നു. നല്ല രസമായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറേ കളറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ കണ്ടത് ഫോട്ടോ ഫ്രെയിംസ് പോലത്തെ കുറേ ഡിസൈൻ, കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുള്ളതായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിൻ്റെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി പോയി. പിന്നെ കുറേ ബെഡിൽ ആക്സസറീസ്, ഇത് നല്ല രസമായിരുന്നു. ഇത് മറ്റേ ഹാൻഡ് മെയ്ഡ് കുറേ എംബ്രോയ്ഡറി ഒക്കെ ഉള്ള കുറേ ബാസ്ക്കറ്റുകളും കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. ഇവിടെ കുറേ ബാഗൊക്കെ ഉണ്ട്. ചേച്ചി പറഞ്ഞു ഇവിടെ കുറെ ക്ലോത്ത്സ് ആണ്. എല്ലാം ഇത് ക്വിൽറ്റാണ്. ബെഡ്ഷീറ്റ് അതെന്തോ അത് ചുരിദാറിന്റെ സെറ്റല്ലേ? ബെഡ്ഷീറ്റും പില്ലോ കവർ. ഇത് ചുരിദാർ മെറ്റീരിയലാണ്. ഇത് സാരിയല്ലേ? ചേച്ചി നമ്മളെ തെറ്റിക്കുന്നത്. സാരി ഈ സാരി നല്ല ഭംഗിയുണ്ട്. Please come and collect the wallet at the office. ഞാൻ പറഞ്ഞ ചുരിദാർ മെറ്റീരിയൽ എത്തിയിരിക്കുന്നു. Dear customers, please check if any lady customer has missed their pink wallet. Please come and collect the wallet at the office. ഇവിടെ ഒരു ക്യൂട്ടി പൈ. ഹലോ, ഞങ്ങളുടെ വ്ലോഗിൽ ഹൈ പറയോ? അങ്ങനെ ആ കുട്ടി ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെ സംഗീത ചമ്മി. വീണ്ടും ഞങ്ങൾ ഷോപ്പുകളിലൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഓരോ കടകളായി നോക്കി നടന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ ബാംഗിൾ ഷോപ്പിലെത്തി. നല്ല വിലക്കുറവുണ്ട്. 1500 ഈ മോഡൽ. അവിടുത്തെ വളകളെല്ലാം കൊള്ളാമായിരുന്നു. പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ട് കുട്ടിമമ്മ ഞങ്ങൾ ഞെട്ടിമമ്മ 1500 ആയിരുന്നു ഒരു വളയ്ക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടകൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളെ മാടി വിളിച്ചു. പക്ഷേ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും മുന്നോട്ട് പോയി. ഞങ്ങൾ അവസാനം ഒരു ഷൂസ് എടുത്തു. കാണിക്കൂ. ചെരുപ്പ് കടയിൽ നിന്നും അങ്ങനെ ജൂത്തിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്റ്റോളും അരിച്ചു പെറുക്കി. കുറേ നൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ 400 രൂപയൊക്കെയാണ് പറയണേ. അത് കുറച്ച് കൂടുതലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത സ്റ്റോറിൽ പോയി. കുറേ നല്ല അടിപൊളി കർട്ടൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ചേച്ചിക്ക് ബാംഗിൾസ് തപ്പി ഒരു ഫാൻസി സ്റ്റോറിലെത്തി. അവിടെ നല്ല വെറൈറ്റി ഓഫ് കമ്മലുണ്ടായിരുന്നു.
മാലയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, കുറേ ചോക്കേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളുടെ ഈ ഗോൾഡ് ടച്ച് വരുന്ന കുറേ ജ്വല്ലറീസ് കണ്ടു. അങ്ങനെ കുറച്ച് ബാംഗിൾസ് കുറച്ചേ ഉള്ളൂ, പക്ഷേ ചേച്ചി അവിടുന്ന് 1-2 എടുത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും ഇതെല്ലാം ഒന്ന് വിസ്തരിച്ച് നോക്കി. വളരെ ചെറുതായി പോയല്ലോ, ചെറിയ കമ്മല്. എവിടെ വരെ ഉണ്ട്? വരെ ഉള്ളൂ അല്ലേ? ഒട്ടും വെയിറ്റ് ഇല്ല, പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല. വേണോ? എത്രയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടുന്ന സാധനം തന്നെയാണ്. എത്ര ഇത് എടുക്കട്ടെ? അപ്പൊ ഞാൻ ഇതെടുത്തു, ഇത്രയും സാധനം എടുത്തു. ഇവിടെ എന്തൊക്കെയോ തിന്നണ സാധനങ്ങളുണ്ട് ഗൈസ്. ജെംസ് മിഠായി പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. അവിടെ എന്തൊക്കെയോ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണോ? ചേച്ചി വാങ്ങണ്ടോ? ഇമിലിയ വിലക്ക് ഈച്ചാരുണ്ട്. മാംഗോ ആണോ ഇത്? ഇവിടെ അധികം ഡ്രസ്സ് എന്തോ കപ്പലിന്റെ മിഠായി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഈച്ചാണ് അതിൽ മുഴുവനും. അവിടെ നോക്ക്, അത് ഫ്രഷ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ എന്താ കുർത്ത രസമാണോ? ആ പാവാട സ്കേർട്ടാണ്. നൈറ്റിയോ അല്ല, ഒരു വലിയ ഡ്രസ്സ്. അത്രയും പൊക്കമുള്ളവർക്ക് മാത്രം ഇടാൻ പറ്റുന്ന ഡ്രസ്സ്. ഞാനൊക്കെ തട്ടി വീഴും. ഇതെന്താ ഇവിടെ സാരി? ഇത് ഇത്ര കഷ്ണാക്കി സാരി വെച്ചിരിക്കുന്നത്. സാരിയാണ് സാരി. ये कौन सी मटेरियल है? हाका सिल्क। नहीं यही है ना सबसे। ഇവിടെ എന്തൊക്കെയോ കുറേ മിച്ചറും ചിപ്സൊക്കെ കൊടുക്കുന്നത്. ഗുജറാത്ത് ഫേമസ് നമക്കീൻ ആണോ? ചേച്ചിക്ക് വാങ്ങണോ വീട്ടിക്ക്? जी आइए, नमकीन ट्राई करके जाइए. ട്രൈ ചെയ്യാം. ഏതാണ് ട്രൈ ചെയ്യാൻ? വിശക്കുണ്ടെങ്കിൽ കുറച്ച് കനത്തിൽ എന്തെങ്കിലും ട്രൈ ചെയ്തോ. എനിക്കിത് ട്രൈ ചെയ്യാം. ഇത് നമുക്കറിയാവുന്ന സാധനമാണ്, മധുരസേവ. ആണോ? എനിക്ക് വേണേ ഒറ്റയ്ക്ക് അങ്ങോട്ട് ട്രൈ ചെയ്യുക. അതേ സാധനം തന്നെയാണ്. കുറേ നാളും കൂടി നാട്ടിൽ നിന്ന് കഴിച്ചിട്ട്. देखो मैम, टेस्ट करके जाइए. ടേസ്റ്റ് ചെയ്യാം. ये ट्राई करो. പോന്നേ ट्राई कर लीजिए मैम. കോഴിക്കോട് നിന്നുള്ള വെറുതെ പറയും കേരള. അങ്ങനെ നമ്മൾ കേരള സ്പെഷ്യൽ. मेरे मालिक को मालूम है, उनको काम है. എനിക്കറിയില്ല. ഹായ്, വെള്ളച്ചാട്ടം. നമ്മുടെ ഡ്രോയിങ് റൂമിൽ വെച്ചാലോ? വളയ്ക്ക് മാത്രം ഞാൻ വെറുതെ വള പറ്റും. ഇത് അടിപൊളിയല്ലേ? നമ്മുടെ വില്ലയില് വയ്ക്കാം. ഇത് സൂപ്പറാട്ടോ. കൊള്ളല്ലേ? കൊള്ളല്ലേ? അങ്ങനെ ഞങ്ങൾ കാർപ്പറ്റ് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ ഈ ക്രോഷേ ഷ്രഗ്സ് ഉള്ളൊരു സ്റ്റോർ കണ്ടു.
പിന്നെ അത് കഴിഞ്ഞ് ഹോം ഡെക്കോറിൻ്റെ ഒരു സ്റ്റോർ കണ്ടു. അതൊരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉള്ള ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യണത്. അതിൻ്റെ ഒരൊറ്റയ്ക്ക് ഒരു പീസായിട്ട് അവർ മാറ്റി വെച്ചായിരുന്നു. അതാ ഈ കാണുന്നതാണത്. പിന്നെ കുറേ സാരി സ്റ്റോഴ്സ്. ചേച്ചി പിന്നെയും ബാംഗിൾ സ്റ്റോർ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ള് കുപ്പിവള ടൈപ്പാണ്. ഇതിൽ ഫുള്ള് കുപ്പിവളയാണ്. ഇതൊക്കെയോ അച്ചാറുകൾ. വള വളക്കട നാളങ്ങളുള്ള വള വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. ഇത് കൊള്ളാം. ഇത് അടിപൊളി സംഭവങ്ങളാണ്. അങ്ങനെ വളയെല്ലാം വാങ്ങി നമ്മൾ അടുത്തൊരു സ്റ്റോർ കണ്ടു. 250 രൂപയ്ക്ക് സാരി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ അവിടെ കയറി നോക്കി. കയറി അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി കിട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കതിൻ്റെ ക്വാളിറ്റി അത്ര ഇഷ്ടമായില്ല. നമ്മൾ തൊട്ടൊക്കെ നോക്കിയപ്പോഴും അത്ര വലിയൊരു ക്വാളിറ്റികൾക്കുള്ള സാധനമാണെന്ന് തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സൈഡിൽ കുറേ ഫോൺ കേസസിൻ്റെ ഒരു സ്റ്റോർ കണ്ടു. പിന്നെ അച്ചാറുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ചാറുകൾ പലവിധ അച്ചാർ, ചക്ക അച്ചാറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ചേച്ചി അത് നോക്കുമായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഫോൺ കേസിൻ്റെയും കാര്യങ്ങളും കണ്ടു. പക്ഷേ തൊട്ടടുത്ത് നമ്മളൊരു ബുക്ക് സ്റ്റോർ കണ്ടു. വെറൈറ്റി ഓഫ് ബുക്സ് ഉണ്ട്. അതായത് സോഫ്റ്റ് കവറുള്ള ബുക്സ്. റേറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി. ബുക്ക് വാങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവസാനം വാങ്ങി. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് അല്ലേ. ഇപ്പോൾ സോഫ്റ്റ് കവേഴ്സ് ആകുമ്പോൾ അത്ര റേറ്റ് വരില്ല. അപ്പോൾ എന്തായാലും വായിക്കുന്നത് ഒരേ സാധനമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്ക് വാങ്ങാമെന്ന് വെച്ചാൽ അവിടെ കയറി. വാങ്ങണില്ല പറഞ്ഞിട്ട് 3 ബുക്ക് നോക്കട്ടെ ഏതൊക്കെ ബുക്കാണ്. റോബിൻ ശർമ്മ, സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ്. റോബിൻ ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ, ഹൈപ്പർ ഫോക്കസ്. എപ്പോഴേലൊക്കെ വായിക്കാം. അങ്ങനെ നമ്മൾ ബുക്കൊക്കെ വാങ്ങി മുന്നിട്ട് നടന്നപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഇതെന്താ സംഭവം. ഇത് മറ്റേ രംഗോലി. ഈ ഒരു ട്രേസിൽ വെച്ചിട്ട് നമ്മൾ രംഗോലി ഇടും, ഇങ്ങനെ കളറ് സ്പ്രെഡ് ചെയ്തിട്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ വീട്ടിൽ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വയ്ക്കും. പിന്നെ കുറേ അടുക്കള സാധനങ്ങൾ കണ്ടു ഇവിടെ. ചട്ടുകം, കയ്യിൽ അങ്ങനത്തെ ഒക്കെ. പിന്നെ കുറേ പെന്ന്, സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചന്നപട്ടണ ടോയ്സ് ഭയങ്കര ഫേമസ് ആണല്ലോ, മരം കൊണ്ടുള്ള ടോയ്സ്. അത് കണ്ടു തൊട്ടപ്പുറത്ത്. നമ്മൾ പോയിരുന്നു ഒരു പ്രാവശ്യം ചന്നപട്ടണ. അപ്പോൾ അവിടുന്ന് വാങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മളിത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് എക്സിറ്റാണ്. അപ്പോൾ ഈ സ്റ്റോറ് ഏകദേശം എക്സിബിഷൻ കഴിഞ്ഞു. നമ്മൾ എക്സിറ്റിലൂടെ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് അവിടെ എന്തൊക്കെയോ ക്രോക്കറി ഐറ്റംസ്, ഫുൾ ക്രോക്കറി ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. നമുക്ക് ഇംപ്രൂവൈസേഷനിലുള്ള എല്ലാ സജഷൻസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.